Hello friends, welcome back to my YouTube channel. It's me Shema Sufyan. ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരുപാട് പേര് എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് പിന്നെ ഏത് ഫൗണ്ടേഷനാണ് ഇട്ടിട്ടുള്ളത്, പിന്നെ എന്തൊക്കെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, ഏത് ലിപ്സ്റ്റിക്കാണ്, അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ കുറേ ആൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്യുമെന്നുള്ളത്. ഞാൻ ചെയ്യാമെന്ന് കുറേ ആളോട് പറയുന്നു. അപ്പം ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത്. ഇത് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ എവറി ഡേ ഒരു ലുക്കാണ്. ഞാൻ അധികം എവിടെ പോകുന്നുണ്ടെങ്കിലും ചെയ്യാറുള്ള സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പാണ്. അപ്പം നിങ്ങൾക്കിത് കാണുമ്പം ഭയങ്കര ലോങ് ആയിട്ട് തോന്നും, പക്ഷേ ഞാനിത് വേഗം ഒരു 5 മിനിറ്റിനുകൊണ്ട് ചെയ്ത് തീർക്കുന്ന ഒരു മേക്കപ്പാണ്. അപ്പം പിന്നെ ഫംഗ്ഷന് വേണ്ടിയിട്ട് കുറച്ചുകൂടി പ്രോഡക്റ്റ് ഞാൻ ആഡ് ചെയ്യലുണ്ട്. അപ്പം അതിന് ഫംഗ്ഷന് പോകുമ്പോൾ ഒരുങ്ങുന്നത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം ഈ ഒരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു മേക്കപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ പോയിട്ട് കണ്ടിട്ടോ. ഇതാണ് എൻ്റെ ബെയറായിട്ടുള്ള സ്കിന്ന്. വലിയ ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനോ ഡാർക്ക് സ്പോട്ട്സോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് കഴുകിയിട്ടുണ്ട്. പിന്നെ വെറ്റ് വൈപ്സ് കൊണ്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഞാനൊന്നും ഇട്ടിട്ടില്ല എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫസ്റ്റ് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ ലാസ്റ്റ് ടൈം ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടിരിക്കും ലിപ്പ്. അപ്പോൾ ഫസ്റ്റ് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ സ്കിന്നിലേക്ക് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഡോട്ട് ആൻഡ് ഗീൻ്റെ വിറ്റമിൻ സി മോയ്സ്ചറൈസിങ് ക്രീമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. വേഗം അബ്സോർബ് ആവും നമ്മളെ സ്കിന്നിലേക്ക്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റുമാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ഫൗണ്ടേഷൻ മേബിലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 110ഉം 112ഉം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടാറുള്ളത്. 111 എനിക്ക് കിട്ടിയിട്ടില്ല, അതായിരിക്കും എൻ്റെ കറക്റ്റ് ഷെയ്ഡ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ഒരു ഷെയ്ഡ് കിട്ടില്ല. ഞാൻ വാങ്ങാറ് അബുദാബിയിൽ നിന്നാണ്. പിന്നെ ഇവിടെ നാട്ടിൽ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് 115ആണ് ഐവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായിരിക്കും ഈ 110 ഐവറി എന്നുള്ളത്. പക്ഷെ ഞാൻ ഇവിടുന്ന് ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല. തീരുമ്പോൾ ഞാൻ അവിടുന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടാണ് വാങ്ങാറ്. അപ്പം എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഫെയറിൽ കൂൾ അണ്ടർ ടോണാണ്. അത് വരുന്നത് 120ഉം 125ഉമാണ് എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഷെയ്ഡുള്ള ആരെങ്കിലുമാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 120 അല്ലെങ്കിൽ 125 എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. അപ്പം ഞാൻ ഈ 2 നമ്പറും മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഇനി ഇത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ഫ്ലാറ്റ് ബ്രഷാണ്. ബ്രഷ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നമ്മളെ കൈ തന്നെ മതി. കൈയാണ് ഏറ്റവും നല്ല ബ്ലെൻഡർ. ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വേഗം കൈ കൊണ്ട് എന്തെയാണ് ചെയ്യാറ്, ബ്രഷൊന്നും യൂസ് ചെയ്യാറില്ല. ബ്രഷ് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എല്ലായിടത്തും ഒരുപോലെ ഫൗണ്ടേഷൻ ആവും. അപ്പം പിന്നെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക, എല്ലാ സ്ഥലത്തും ഒരുപോലെ ആക്കിയിട്ടെടുക്കുക. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല എന്ന് മനസ്സിലാവുന്ന രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. എവറിഡേ ലുക്കിന് ഞാൻ ഈ പ്രൈമറോ അല്ലെങ്കിൽ കൺസീലറോ ഒന്നും യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നിങ്ങളെപ്പോഴും ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പം കറക്റ്റ് ഷെയ്ഡ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. കാരണം നമ്മുടെ സ്കിന്നിനേക്കാളും ലൈറ്റർ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടിയടിച്ച പോലെ ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്കിൻ ടോണിനേക്കാളും ഡാർക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെയും പ്രോബ്ലം ഇല്ല. നമുക്ക് കോമ്പാക്റ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ലൂസ് പൗഡർ ഉപയോഗിച്ചിട്ടോ നമ്മളെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അങ്ങനെ ഓവറായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് ഐലൈനറാണ്. ഇതും മെബിലിൻ്റെ ഒരു ഐലൈനറാണ്. ഞാനിവിടെ ഒരു ചെറിയൊരു വിങ് ലൈനറാണ് വരച്ചു കൊടുക്കുന്നത്. ഐലൈനറും ഞാൻ പൊതുവേ ഇടാറില്ല, എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷന്, മസ്കാര, ഇത് 3 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ. അത് മാത്രമേ ഇടാറുള്ളൂ. ഇന്ന് ഞാൻ പക്ഷേ ഐലൈനർ വരക്കാൻ വിചാരിച്ചു.
നെക്സ്റ്റ് ഞാനിവിടെ ബ്ലഷാണ് ഇടാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ് ഇടാൻ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടീൻ്റെ ബ്ലഷാണ്. 825 രൂപയാണ്. അധികവും 5% ഒക്കെ ഓഫർ ഇടാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്ലഷാണ്. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിയൊരു ബ്ലഷാണ് കെ ബ്യൂട്ടീൻ്റെത്. ഭയങ്കര ഹൈ എൻഡും അല്ല, എന്ന് വെച്ചാൽ അഫോർഡബിളും അല്ല. അഫോർഡബിൾ ബ്ലഷ് ഒരുപാടുണ്ട്, പക്ഷേ ഇത് കുറച്ച് പ്രൈസിയാണ്. പക്ഷേ ഭയങ്കര എന്താ പറയുക, സ്മൂത്ത് ലൈക്ക് ബട്ടർ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഈ ബ്ലഷ്. ഭയങ്കര നല്ല, ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, നല്ല പിഗ്മെൻറ്റേഷനാണ്. പിന്നെ ഫെയർ സ്കിൻ ടോണുള്ളവർക്കാണെങ്കിൽ സ്വീറ്റ് സാൽമൺ എന്ന് പറയുന്ന ഷെയ്ഡ് ഭയങ്കര മാച്ചാണ്. നല്ല കിടിലൻ ബ്ലഷാണ്. ഒന്നും നോക്കാണ്ട് നിങ്ങൾക്കിത് വാങ്ങാം. നെക്സ്റ്റ് ഞാൻ സെയിം ബ്ലഷ് തന്നെ ഒരു ഐ ഷാഡോ ബ്ലെൻഡർ ബ്രഷ് ഉപയോഗിച്ചിട്ട് എൻ്റെ ഐലിഡിൽ ഇടുന്നുണ്ട്. അത് ജസ്റ്റ് അവിടെ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മളെ ചീക്കുമായിട്ടൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാനിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസസ് കാനഡൻ്റെ സെറ്റിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്പഞ്ച് ഭയങ്കര മോശമാണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടീൻ്റെ പൗഡർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലാക്മീൻ്റെ ഒരു ലൂമി ക്രീമാണ്. ഇത് നമ്മൾ ബേസിലാണ് ഇടാറ്, പക്ഷേ ഞാനിതിപ്പം മേക്കപ്പിൻ്റെ മുകളിലാണ് ഇടാറ് ഹൈലൈറ്ററായിട്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഗ്ലോയി എഫക്റ്റാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചീക്ക് ബോണിലും നോസിലൊക്കെ ഇത് കുറച്ച് ഇടാറുണ്ട്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈറ്റൊക്കെ അടിക്കുമ്പം ഒരു ഷൈനിങ്, നല്ല രസമാണ്. അപ്പം പിന്നെ നെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മസ്കാരയാണ്, എസെൻസിൻ്റെ മസ്കാര. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മസ്കാരയാണ് ഇത്. ഇവിടെ നാട്ടിൽ കിട്ടൂല, ഞാനിത് അബുദാബിയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായത്. എൻ്റെ ഒരു ഫുൾ ബോട്ടിൽ കഴിഞ്ഞ്, ഇത് സെക്കൻഡ് ബോട്ടിലാണ്. മസ്കാരയൊക്കെ തീരണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത്രത്തോളം ഞാനത് യൂസ് ചെയ്യാറുണ്ടെന്ന്. ഈ മസ്കാര ഒറ്റ കോട്ടിൽ തന്നെ ഭയങ്കര ലെങ്തനിങ്ങും തരും, നല്ല വോളിയവും തരും. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മസ്കാരയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മസ്കാര. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്നെങ്കിൽ ഇതൊന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. യു ക്യാൻ സീ ഇതാ ഇപ്പുറത്തെ ലാഷസും നോക്കിയാൽ നിങ്ങൾക്ക്. പിന്നെ മുകളിലത്തെ ലാഷസിനും താഴത്തെ ലാഷസിനും മസ്കാര ഇടാൻ നോക്കുക. താഴത്തിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മുടെ കണ്ണിന് താഴേക്ക് റെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് പിന്നെ നമ്മുടെ എക്സസ് ആയിട്ടുള്ള ലിപ് ബാമൊക്കെ തുടച്ച് കളയുക. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസസ് കാനഡൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, ലിപ് ക്രയോണ്. ഈ ഷെയ്ഡ് ടീസ് 40 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇതാണ് ഞാൻ ലാസ്റ്റ് വാങ്ങിച്ച ലിപ്സ്റ്റിക്ക്. ഭയങ്കര സ്മൂത്താണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം നല്ല കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പം ചെയ്യാറുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ്. കാണുമ്പോൾ ഭയങ്കര ലോങ് ആയിട്ട് തോന്നും ഞാൻ പറഞ്ഞ പോലെ, പക്ഷേ ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് വേഗം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ക്രിസ്മസിൻ്റെ അന്നാണ്, 25-ന്. അപ്പം എൻ്റെ വക എല്ലാവർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വരുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എന്നാൽ എൻ്റെ ഫാമിലിക്ക് എൻ്റെ വക മെരി ക്രിസ്മസ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തിരിച്ചു വരും. അതായിരിക്കും ബൈ.